നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ റാഷണൽ നമ്പേഴ്സിന്റെ ബാക്കിയായിട്ടുള്ള, അതായത് നമ്മുടെ ഭിന്നസംഖ്യകളുടെ ബാക്കി ഭാഗമാണ് പറഞ്ഞത്. നമ്മൾ ഭിന്നസംഖ്യകൾ എങ്ങനെ കൂട്ടാം എന്നുള്ളത് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കുറക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സബ്ട്രാക്ഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്, അതായത് ഭിന്നസംഖ്യകൾ, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് കുറക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതില് ഇപ്പൊ രണ്ട് ഭിന്നസംഖ്യകളാണെന്ന് വിചാരിക്കാം. പി ബൈ ക്യൂയും ആർ ബൈ ക്യൂവും രണ്ട് ഭിന്നസംഖ്യകളാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പി ബൈ ക്യൂ എന്ന് പറയുമ്പോഴും ആർ ബൈ ക്യൂ എന്ന് പറയുമ്പോഴും രണ്ടിന്റെയും ഛേദം എന്താണ്? തുല്യമാണ് അല്ലെ? രണ്ടിന്റെ ഛേദം തുല്യമാണ്, അതായത് ക്യൂ ആണ്. നമ്മൾ ഒരു ഫോം കൊടുക്കുകയാണ്, ജനറൽ ഫോം കൊടുക്കുകയാണ്. പി ബൈ ക്യൂ എന്നുള്ള രൂപത്തിലുള്ള ഒരു ഭിന്നസംഖ്യയും അതുപോലെ ആർ ബൈ ക്യൂ എന്ന് പറയുന്ന ഭിന്നസംഖ്യയും. അപ്പൊ അംശമുണ്ട് ഛേദമുണ്ട്. ഛേദം രണ്ട് ഭിന്നസംഖ്യകളുടെ തുല്യമാണെങ്കിൽ നമ്മൾ കൂട്ടലില് പറഞ്ഞില്ലേ, ഛേദം അതുപോലെ എടുത്ത് എഴുതുന്നു, മുകളിലുള്ള അംശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് ഉത്തരത്തിന്റെ അംശമായിട്ട് എഴുതുന്നു എന്ന്. അതുപോലെ തന്നെ ഇതില് ഛേദം എഴുതുന്നു, ഛേദം എടുത്തിട്ട് ഉത്തരത്തിന്റെ ഛേദമായിട്ട് തന്നെ എഴുതുന്നു. രണ്ടും തുല്യമാണെങ്കിൽ കൂട്ടരുത്, അതുപോലെ കുറയ്ക്കരുത്. ഇത് അതേ ഛേദം എടുത്തിട്ട് ഉത്തരത്തിൽ എഴുതുക, അതുപോലെ അംശങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, ഈ കുറച്ചിട്ട് എഴുതുക. ഇവിടെ കൂട്ടുകയാണെങ്കിൽ ഇവിടെ കൂട്ടി എഴുതുക, ഇവിടെ കുറക്കലാണെങ്കിൽ കുറച്ചെഴുതുക. കൂട്ടലും കുറയ്ക്കലും ഒരേപോലെ തന്നെയാണ്, ആ ചിഹ്നം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു മോഡലാണ്, രണ്ട് ഭിന്നസംഖ്യകൾ കുറയ്ക്കുമ്പോൾ ഛേദം തുല്യമല്ല എന്ന് വിചാരിക്കുക. അപ്പൊ പി ബൈ ക്യൂവും ആർ ബൈ എസും രണ്ട് ഭിന്നസംഖ്യകളാണ്. അതിൽ ഒന്നിന്റെ ഛേദം ക്യൂ ആണ്, ഒന്നിന്റെ ഛേദം എസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിന്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരേ തുല്യമാക്കണം. ആദ്യം തുല്യമാക്കിയിട്ട് വേണം നമ്മൾ ക്രിയ ചെയ്യാനെന്ന്. അതിന് എളുപ്പ വഴിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ആദ്യത്തെ സംഖ്യനെ രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കുക. അപ്പൊ പി ഇൻറ്റു എസ് വന്നു, കുറയ്ക്കണം. രണ്ടാമത്തെ സംഖ്യയെ ഒന്നാമത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കുക. ആർ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക, ക്യൂ എസ്. ഇതാണ് വ്യത്യസ്ത ഛേദങ്ങളാണെങ്കിൽ ഭിന്നസംഖ്യകളുടെ കുറയ്ക്കാനുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് കുറച്ച് എക്സാമ്പിൾ നമുക്ക്, ഉദാഹരണങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഏതൊക്കെയാണ്? അപ്പൊ ഒന്നാമത്തെ ഭിന്നസംഖ്യ ഇവിടെ പറയുന്നത് 7/4 1/4 കുറക്കാനാണ്. ഓക്കെ, 7/4 1/4 എന്നുള്ള ഈ സംഭവം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? രണ്ടിന്റെയും ഛേദങ്ങൾ തുല്യമാണ് അല്ലെ? രണ്ടിന്റെയും ഛേദങ്ങൾ തുല്യമാണ്. 7/4 എന്ന് പറയുമ്പോഴും ഛേദം 4ആണ്, 1/4 എന്ന് പറയുമ്പോഴും ഛേദം 4ആണ്. അപ്പൊ അതെങ്ങനെയാണ് അത് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 7/4 1/4 നമ്മൾ പറഞ്ഞു, ഛേദങ്ങൾ തുല്യമാണെങ്കിൽ ഛേദം എടുത്ത് ഉത്തരത്തിന്റെ ഛേദമായിട്ട് തന്നെ എഴുതുക. അപ്പൊ 4 ഇവിടെ 4ആണ്. അപ്പൊ ഉത്തരത്തിന്റെ ഛേദം എന്ത് തന്നെയായിരിക്കും? 4 തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണോ അത് തന്നെ ആയിരിക്കും ഉത്തരത്തിന്റെ അടിയിൽ വരുന്നത്, അതായത് ഛേദം എന്ന് വരുന്നത്. പിന്നെ നമ്മൾ വരയിട്ടു. ഇനി നമ്മൾ നോക്കുക, അംശങ്ങൾ തമ്മിൽ നോക്കുക. 7 കുറയ്ക്കണം 1, 7 കുറയ്ക്കണം 1. നമ്മൾ കൂട്ടലായിരുന്നപ്പോൾ നേരിട്ട് അംശങ്ങൾ കൂട്ടി എഴുതിയില്ലേ? അതുപോലെ ഇവിടെ അംശങ്ങൾ കുറച്ച് എഴുതുക. 7 കുറയ്ക്കണം 1. എന്താണ് 7 കുറയ്ക്കണം 1 എന്ന് പറയുന്നത്? 6 ആണ് അല്ലെ? 6ആണ്. ഈ 6നെ ഇപ്പൊ 6/4 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ രൂപമാണ്. നമ്മൾ ഏറ്റവും ചെറുതായിട്ടുള്ള ലഘൂകരിച്ച രൂപമാണ് നമ്മൾ ഭിന്നസംഖ്യ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ 6/4 എന്നുള്ളതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. എങ്ങനെ? 6ലും 2 വരുന്നുണ്ട്, 4ലും 2 വരുന്നുണ്ട് അല്ലെ? ഘടകങ്ങളാക്കുമ്പോൾ നമുക്ക് 6നെ എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 2 എന്ന് എഴുതാം അല്ലെ? 4നെ എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 2 എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്ന സമയത്ത് മുകളിൽ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്. താഴെ 2 ഉണ്ട്, പക്ഷെ മുകളിൽ ഒരു 2ഉം ഒരു 3ഉം ഉള്ളത്. അപ്പൊ രണ്ടെണ്ണം മുകളിലും താഴെ ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? വെട്ടിയിട്ട് കളയാം. അപ്പൊ ഇവിടെ ഒരു 2 ഇവിടുന്ന് വെട്ടി, താഴെ 2 ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഒന്നേ വെട്ടാൻ കഴിയുള്ളൂ, കാരണം മുകളിൽ ഒറ്റ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് ഒരു 2നെ വെട്ടി, ഇവിടുന്ന് ഒരു 2നെ വെട്ടി. ബാക്കിയുള്ളത് ആരാ? ഇവിടുന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി അംശത്തിൽ ഉള്ളത് 3ആണ്. ആ 3നെ ഇവിടെ അംശമായിട്ട് എഴുതി. അതുപോലെ താഴെ ഉള്ളതിൽ 2 പോയി കഴിഞ്ഞാൽ ഛേദത്തിൽ ബാക്കിയുള്ളത് ആരാ? 2ആണ്. അപ്പൊ ആ ഛേദത്തിലെ 2നെ അതേപോലെ എഴുതി, 3/2. അപ്പൊ ഒരേ ഛേദമാണെങ്കിൽ ഇങ്ങനെയാണ് ഉത്തരം കാണുക കേട്ടോ. പിന്നെ കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഏറ്റവും ചെറിയ രൂപത്തിൽ വേണം ഭിന്നസംഖ്യ എഴുതാൻ. ഇനി നമ്മൾ നോക്കുന്നത് വ്യത്യസ്ത ഛേദങ്ങളാണെങ്കിൽ 3/5 2/12. ഓക്കെ, 3/5 2/12 എന്ന് പറയുന്നതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് പറഞ്ഞു? ക്രോസ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലെ? ആദ്യത്തെ അംശത്തിന് രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കുക. അപ്പൊ 3 ഗുണിക്കണം 12.
മനസ്സിലായോ? 3 ഗുണിക്കണം 12 നമ്മൾ ക്രോസ് ചെയ്ത് എഴുതി. അതുപോലെ ഇവിടെ 5 കുറയ്ക്കണം, ചിഹ്നം അവിടെ എഴുതി കുറയ്ക്കണം. പിന്നെ എന്ത് ചെയ്തു? അപ്പൊ മുകളിലുള്ളതിനെ താഴെ ഉള്ളതിന്റെ അംശം കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ 3 ഗുണിക്കണം 12. അപ്പൊ നമ്മൾ പറഞ്ഞു സംഖ്യ മാറാതിരിക്കാൻ 5നെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. 5 ഗുണിക്കണം 12 കുറയ്ക്കണം. എന്താണ് കുറയ്ക്കണം എന്ന് പറയുന്നത്? ഇനി ഈ രണ്ടാമത്തതിന്റെ അംശത്തിന് ആദ്യത്തെ ഛേദം കൊണ്ട് നമ്മൾ ഗുണിക്കുക. അപ്പൊ 2 ഗുണിക്കണം 5 ഹരിക്കണം താഴെയുള്ള അംശത്തിന് അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ ഉത്തരം മാറിപ്പോകും. അപ്പൊ 12 ഗുണിക്കണം 5. നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ക്രോസ് ചെയ്ത് കുറക്കണം, ഇങ്ങനെ ക്രോസ് ചെയ്ത് കുറക്കണം. ഇത് രണ്ടും തമ്മിൽ അല്ലെ, പി എസ് മൈനസ് ആർ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോം നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞില്ലേ? അതായത് വ്യത്യസ്ത ഛേദങ്ങളാണെങ്കിൽ അത് എങ്ങനെയാ വരുന്നത് വെച്ചാല്, ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മളെ അംശങ്ങൾ ഛേദങ്ങൾ തുല്യമായില്ലേ? ഇത് 5 ഗുണിക്കണം 12ഉം ഇത് 12 ഗുണിക്കണം 5ഉം രണ്ടും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇവിടെയും 60 നേടാം, ഇവിടെയും 60 നേടാം. ഓക്കെ, അപ്പോ രണ്ടിന്റെ ഛേദം തുല്യമാണെങ്കിൽ തുല്യമായ ഛേദം നമ്മൾ ഛേദമായിട്ട് ഉത്തരത്തിൽ തന്നെ എഴുതുന്നു. അപ്പൊ ഇവിടെ 60 ആയി. ഇനി ഇവിടെ നോക്കൂ, 3 ഗുണിക്കണം 12 എന്താണ്? 36ആണ്. 2 ഗുണിക്കണം 5 എന്താണ്? 10ആണ്. അപ്പോ ഛേദം എടുത്തിട്ട് ഛേദമായിട്ടും അംശങ്ങൾ തമ്മിൽ കുറച്ചെഴുതി. 36 10 പോയാൽ 26 ഹരിക്കണം 60. ഓക്കെ, 26 ഹരിക്കണം 60 അങ്ങനെയാണ് വരിക. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കി കൂടെ? 26 എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യയാണ്, 60 പറയുമ്പോഴും ഇരട്ട സംഖ്യയാണ്. അപ്പൊ അതിൽ എന്തുണ്ടാവും? 2 കോമൺ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും ചെറുത് ലഘൂകരിച്ച് രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ വരിക? 26 നമുക്ക് 2 ഗുണിക്കണം 13 എഴുതാം. അതുപോലെ 60 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 30 എന്ന രൂപത്തിൽ എഴുതാം. അപ്പൊ മുകളിൽ 2 ഗുണിക്കണം 13, താഴെ 2 ഗുണിക്കണം 30. അപ്പൊ ഈ രണ്ടിനെയും കട്ട് ചെയ്ത് കളയാം. മുകളിൽ താഴെയും ഒരുപോലെ 2 വരുന്നത് കൊണ്ട് അതിനെ രണ്ടിനെ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് മുകളിൽ അംശത്തിൽ 13, ഛേദത്തിൽ 30. അപ്പൊ 13 ഹരിക്കണം 30 ആണ് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഭിന്നസംഖ്യ. ഇനി അടുത്ത് നോക്കാം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഗുണനം എങ്ങനെയാണ്, രണ്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നത് എങ്ങനെയാണ്. അത് എളുപ്പമാണ് കേട്ടോ. ഭിന്നസംഖ്യയുടെ ഗുണനം നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ഭിന്നസംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 റാഷണൽ നമ്പേഴ്സ്, രണ്ട് ഭിന്നസംഖ്യകളുടെ ഗുണനം. ഏതൊക്കെയാണ് ഭിന്നസംഖ്യ? പി ബൈ ക്യൂ, ആർ ബൈ എസ്. ഇവിടെ ഛേദം തുല്യമാണോ ഛേദം വ്യത്യസ്തമാണോ ഒന്നും നോക്കണ്ട. എങ്ങനെയായാലും തുല്യമായാലും വ്യത്യസ്തമായാലും ഇവിടെ ഒരേ രീതി തന്നെയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ പി ബൈ ക്യൂ, ആർ ബൈ എസ് രണ്ട് ഭിന്നസംഖ്യകളാണ്. ഇതിൽ എന്താവാൻ പാടില്ല? താഴെയുള്ള ക്യൂ 0 ആവാൻ പാടില്ല. ആയിക്കഴിഞ്ഞാൽ ഇതിന് വില ഇല്ലാണ്ടാവും. അതുപോലെ എസ് 0 ആവാൻ പാടില്ല. ഇത് 6 എന്നാണ് എഴുതിയത്, സോറി എസ് ആണ് കേട്ടോ. എസ് 0 ആവാൻ പാടില്ല. അപ്പൊ ഈ ക്യൂവും എസും 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അംശങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് എഴുതുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് എഴുതുക. പി ആർ ബൈ ക്യൂ എസ്. അതായത് ഗുണിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ, രണ്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ ഉത്തരത്തിൽ എന്ത് വരും? അംശവും ഗുണിച്ചിട്ട് ഉത്തരത്തിൽ അംശമായിട്ട് തന്നെ എഴുതുക, പി ആർ. ഓക്കെ, ഛേദവും ഗുണിച്ചിട്ട് ഉത്തരത്തിൽ ഛേദമായിട്ട് എഴുതുക, ക്യൂ എസ്. മനസ്സിലാണല്ലോ? നമുക്ക് ഒരു ഉദാഹരണം നോക്കി നോക്കാം. അതായത് നമ്മൾ എന്താ പറഞ്ഞ പ്രൊഡക്റ്റ് ഓഫ് ന്യൂമറേറ്റേഴ്സ്, അതായത് അംശങ്ങളുടെ പ്രൊഡക്റ്റ് ഗുണനം ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റർ, ഛേദങ്ങളുടെ ഗുണനം. ഓക്കെ, അതാണ് നമ്മൾ ഗുണിക്കുമ്പോൾ കാണേണ്ട ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു ഉദാഹരണം നോക്കി നോക്കാം. മൾട്ടിപ്ലൈ ദി ഫോളോവിങ് റാഷണൽ നമ്പേഴ്സ് എങ്ങനെയാ വരുന്നത്? ഇതിൽ 3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 3/7, 2/9, 5/6 മൈനസ് 2/19, 7/13 മൈനസ് 2/-5. എങ്ങനെ നമുക്ക് നോക്കാം? അതില് നോക്കാം. ഒന്നാമത്തത് 3/7ഉം 2/9ഉം ഗുണിക്കുമ്പോൾ എങ്ങനെ വരും? 3/7 ഗുണിക്കണം 2/9. വ്യത്യസ്ത ഛേദമാണ് അല്ലെ? ഇനി ഒരേ ഛേദമാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെയാ ഗുണിക്കുക. അപ്പൊ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, അംശമായിട്ട് എഴുതുക. 3 ഗുണിക്കണം 2, 3 ഗുണിക്കണം 2, രണ്ട് അംശമായിട്ട് എഴുതി. താഴെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 7 ഗുണിക്കണം 9, 7 ഗുണിക്കണം 9. ഓക്കെ, അപ്പൊ 3 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 6 എന്ന് വരും. ഇവിടെ വെട്ടാനൊന്നും ഇല്ലല്ലോ വേറെ. സോറി, നമുക്ക് ഇവിടെ 9നെ 3 ഗുണിക്കണം 9, ഞാൻ ഇവിടെ ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പൊ 3 ഗുണിക്കണം 2 എന്നുള്ളതിന് 6 ആയിട്ടും 7 ഗുണിക്കണം 9 എന്നുള്ളതിന് 63 ആയിട്ടും എഴുതി. 6നെ തിരിച്ച് 3 ഗുണിക്കണം 2 ആക്കി എഴുതി. 63നെ എങ്ങനെ പിരിച്ചെഴുതി? 3 ഗുണിക്കണം 21 എന്ന് എഴുതി അല്ലോ. 3 ഗുണിക്കണം 21 എന്ന് പിരിച്ചെഴുതി 63നെ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 3നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വന്നു? മുകളിലെ അംശത്തിൽ 2ഉം ഛേദത്തിൽ 21. 2 ഹരിക്കണം 21 എന്നാണ് അതിന്റെ ഉത്തരം വരിക. ഒന്നുമില്ല, അംശങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് അംശമായിട്ട് എഴുതുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് ഛേദമായിട്ട് എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ.
ഇതിൽ മറ്റു രണ്ടാമത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. 5/6 മൈനസ് 2/19. അതിൽ നെഗറ്റീവ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം അപ്പൊ ഉത്തരങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ചിഹ്നം നന്നായി ശ്രദ്ധിക്കണം. അപ്പൊ 5/6 ഗുണിക്കണം മൈനസ് 2/19 അല്ലെ. അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായിട്ട് എഴുതുക. 5 ഗുണിക്കണം -2 അംശമായിട്ട് എഴുതി. ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് ഛേദമായിട്ട് എഴുതുക. 6 ഗുണിക്കണം 19 ഛേദമായിട്ട് എഴുതി ഇല്ലേ. ഇനി എന്ത് ചെയ്തു? അംശത്തിലെ 5 ഗുണിക്കണം -2 എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സംഖ്യനും ഒരു പോസിറ്റീവ് സംഖ്യനും? 5 എന്ന് പറയുമ്പോൾ അതിസംഖ്യയാണ്, 0-ന് വലത്തോട്ടുള്ളതാണ്. -2 എന്ന് പറയുമ്പോൾ 0-ന് ഇടത്തോട്ടുള്ളതാണ്. അങ്ങനെയുള്ള സംഖ്യകൾ എങ്ങനെ ഗുണിക്കുക? ഒന്നുമില്ല, സംഖ്യകൾ ചിഹ്നങ്ങളൊക്കെ ഒഴിവാക്കുക, എന്നിട്ട് സംഖ്യകളാണ് ഗുണിക്കുക. ബാക്കി ഇവിടെ ആരൊക്കെയുള്ളത്? 5 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ 5 ഗുണിക്കണം 2. ഓക്കെ, 5 ഗുണിക്കണം 2 എന്ന് പറയുമ്പോൾ ഇവിടെ വെട്ടി ചെറുതാക്കല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ മൈനസിനെ നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ടു, ഒരുമിച്ച് പുറത്തേക്ക് എടുത്ത് 2 ഗുണിക്കണം 5 എന്നുള്ള രൂപത്തിൽ എഴുതി. താഴെ 6 ഗുണിക്കണം 19 ആണ്. അതിനെ 6-നെ നമ്മൾ വീണ്ടും പിരിച്ചെഴുതി 2 ഗുണിക്കണം 3 എന്ന് എഴുതി. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ മുകളിലും താഴെയും ഒരുപോലുള്ളതിനെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ മുകളിൽ 2 ഉണ്ട്, താഴെ 2 ഉണ്ട്, രണ്ടിനെയും വെട്ടിക്കളഞ്ഞു. ബാക്കി അംശത്തിലുള്ളത് 5 ആണ്. മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്, അതിനവിടെ എടുത്ത് എഴുതി. 5 അംശത്തിലുള്ളതിന് 5 എന്ന് എഴുതി. ബാക്കി 2 പോയി കഴിഞ്ഞു, ബാക്കി 3-ഉം 19-ഉം. ഇവിടെ ഉത്തരം മാറിയിട്ടുണ്ട് കേട്ടോ. 3 ഗുണിക്കണം 19 എന്നുള്ളതാണ് ഇവിടെ വരിക. 3 ഗുണിക്കണം 19 വരും കേട്ടോ. അതിന്റെ ഉത്തരമാണ് വരിക. 3 ഗുണിക്കണം 19 എന്ന് പറയുമ്പോൾ 57 വരും കേട്ടോ. അതാണ് ഇവിടെ ഉത്തരം വരിക. 5/57. അത് മാറിപ്പോയതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7/13 മൈനസ് 2/-5 എന്നുള്ളത് നോക്കാം. 7/13 ഗുണിക്കണം -2/-5 എങ്ങനെ? അംശങ്ങൾ തമ്മിൽ ഗുണിച്ച അംശമായിട്ട് എഴുതാം. ഇവിടെ മുകളിലും താഴെയും മൈനസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ വെട്ടിക്കളയാം, പോസിറ്റീവായിട്ട് പോകും. മുകളിലും താഴെയുള്ളതിന് നമ്മൾ ഒരുപോലെ തന്നെ വെട്ടാന്ന് പറഞ്ഞില്ലേ. അപ്പൊ മൈനസ് മുകളിലും താഴെയുള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കി നമുക്ക് 2/5 തന്നെയാണ് കിട്ടുക. അപ്പൊ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 7 ഗുണിക്കണം 2 എന്ന് വരും. ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 13 ഗുണിക്കണം 5 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിലൊന്നും ഇനി വെട്ടാനൊന്നുമില്ല. അപ്പൊ അതുപോലെ എടുത്ത് എഴുതുക. 7 ഗുണിക്കണം 2 14, 13 ഗുണിക്കണം 5 65. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യനെ ഗുണിക്കുന്നത്. റാഷണൽ നമ്പേഴ്സ് ഹരണം, ഭിന്നസംഖ്യകളുടെ ഹരണം. ഓക്കെ, രണ്ട് ഭിന്നസംഖ്യകള്, അതായത് P/Q-ഉം R/S-ഉം സച്ച് ദാറ്റ് Q എന്ന് പറയുന്നത് എന്താണ്? Q എന്ന് പറയുന്നത് എന്തല്ല? Q എന്ന് പറയുന്നത് 0 അല്ല. അതായത് താഴെ പറയുന്ന P/Q R/S ഉണ്ട് കേട്ടോ. അപ്പൊ Q-ഉം S 0 ആവാൻ പാടില്ല. സാധാരണ നമ്മൾ ഭിന്നസംഖ്യ പറയുന്ന കണ്ടീഷൻ ഛേദങ്ങളും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ് റാഷണൽ നമ്പേഴ്സ്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് PS/QR. അതായത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. തിരിച്ചിട്ട് ഗുണിക്കുക എന്നാണ് അതിന് പറയാം. അതായത് P/Q ഹരിക്കണം R/S എന്ന് പറയുമ്പോൾ ഇതൊരു ഭിന്നസംഖ്യയാണ്, ഇതൊരു ഭിന്നസംഖ്യയാണ് അല്ലെ. അംശമുണ്ട് ഛേദമുണ്ട്, ഇതിനും അംശമുണ്ട് ഛേദമുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, PS ആണ്. PS എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് വരുന്നത്. ഇതിന്റെ ഛേദവും ഇതിന്റെ അംശവും. അതുപോലെ QR ഇതിന്റെ ഛേദവും ഇതിന്റെ അംശവും. ഒന്നുമില്ല, ഈ ഹരിക്കണം എന്നുള്ളത് അങ്ങോട്ട് മാറ്റിയിട്ട് ഗുണിക്കണം എന്നാക്കാം. P/Q ഗുണിക്കണം ഈ സംഖ്യ ഉണ്ടല്ലോ രണ്ടാമത്തെ, അതിനെ അങ്ങോട്ട് തിരിച്ചിടുക. ഇതിന്റെ ഛേദ അംശമായിട്ടും അംശം ഛേദമായിട്ടും എഴുതുക. അപ്പൊ S/R. അങ്ങനെ അതാണ് ഈ ഒരു ഗുണനം ചെയ്താൽ മതി. അപ്പൊ എളുപ്പമാണ്. നിങ്ങൾ ഹരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഹരിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. ഹരണം എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുന്നതാണ്. അതായത് ഫസ്റ്റ് സംഖ്യനെ രണ്ടാമത്തെ സംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഈ സംഖ്യ തമ്മിലുള്ള ഹരണമാവും. ഓക്കെ, P/Q ഹരിക്കണം R/S എന്ന് പറയുന്നത് R/S-നെ തിരിച്ചിട്ട് അപ്പൊ S/R ആവും. എന്നിട്ടാണ് ഗുണിക്കുക, ഹരണം മാറ്റി ഗുണിച്ചാൽ മതി. അപ്പൊ ഉത്തരവാവും. ഓക്കെ, നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ 3/4 7/12 അതിനെ ഹരിക്കണം. അതുപോലെ 9/16 -105/12. പിന്നെ 87/27 29/18 എങ്ങനെ ഇതിനെ ഹരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് 3/4 അല്ലെ. 3/4 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 3/4 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? കണ്ടോ, 3/4 അതിനെ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് സംഖ്യ അതേപോലെ എടുത്തു. രണ്ടാമത്തെ സംഖ്യ 7/12 അതിനെ തിരിച്ചിട്ടു. അപ്പൊ 12/7 ആയി. ഇനി ഇവിടെയുള്ള ഹരണം മാറ്റി അങ്ങോട്ട് ഗുണനം ചെയ്തു. അപ്പൊ എന്തായി? സംഖ്യനെ അങ്ങോട്ട് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഹരണമാവും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഗുണനം പറഞ്ഞ പോലെ അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായിട്ട് എഴുതാം. 3 ഗുണിക്കണം 12 3 ഗുണിക്കണം 12 ഹരിക്കണം 4 ഗുണിക്കണം 7 4 ഗുണിക്കണം 7. ഓക്കെ, ഇനി 12-ലും 4-ലും കോമൺ ആയിട്ട് സംഖ്യകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പിരിച്ചെഴുതുന്നു. 12-നെ 4 ഗുണിക്കണം 3 എന്ന് എഴുതാം അല്ലെ. 12 എന്ന് പറയുന്നത് 4 ഗുണിക്കണം 3 ആണ്. ഇവിടെ ഓൾറെഡി താഴെ 4 × 7 ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 4 വന്നു, ഇവിടെ ഒരു 4 വന്നു. 4-നെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ 3 ഗുണിക്കണം 3 താഴെ 4 പോയി കഴിഞ്ഞാൽ ബാക്കി 7 ഉള്ളത്. അപ്പൊ 7 എഴുതി. 3 ഗുണിക്കണം 3 എന്ന് പറയുമ്പോൾ 9 ആണ്. 7-നെ അതേപോലെ എഴുതി. അപ്പോൾ ഇത് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് 9/7 എന്ന് പറയുന്നത്. ഇനി അടുത്ത സംഖ്യ നോക്കി നോക്കാം. 9/16 -105/12. ഓക്കെ, 9/16 അതേപോലെ ഇട്ടു.
-105/12 അങ്ങനെ തിരിച്ചിട്ട് 12/-105 ആക്കി എന്നിട്ട് ഹരണം മാറ്റി ഗുണനം ചെയ്തു. ഇനി നേരിട്ട് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഓക്കെ, അപ്പൊ 9 അതേപോലെ എഴുതി, 12 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 എന്ന് എഴുതി, 16 നമ്മൾ എന്ത് ചെയ്തു, 2 ഗുണിക്കണം 2 ഗുണിക്കണം 4 എന്ന് എഴുതി. ഓക്കെ, ഇനി 105 3 ഗുണിക്കണം -35 എന്ന് എഴുതി. ഇവിടെ -105 ആയതുകൊണ്ടാണ് കേട്ടോ -35 വന്ന്. ഇനി കോമൺ ആയിട്ടുള്ള വെട്ടികളെ, മുകളിൽ 2 ഉണ്ട് താഴെ 2 ഉണ്ട്, മുകളിൽ 3 ഉണ്ട് താഴെ 3 ഉണ്ട്, മുകളിൽ 2 ഉണ്ട് താഴെ 2 ഉണ്ട്. ബാക്കി ആരൊക്കെയുള്ളത്, മുകളിൽ 9 ഉണ്ട് താഴെ 4 ഉണ്ട് -35 ഉണ്ട്. അപ്പൊ അവന് അതേ ബാക്കിയുള്ളവരെ എടുത്ത് എഴുതി. 9 വേറെ വെട്ടാനും ചുരുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് 9 അതേപോലെ എഴുതി. താഴെ 4 ഗുണിക്കണം -35 എന്ന് പറയുമ്പോൾ -140. ഇനി മൈനസിനെ പൊതുവായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ -9/140. ഇതിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സംഖ്യ നോക്കാം, 87/27, 29/18. തിരിച്ചിടുക ഗുണിക്കുക. അപ്പോൾ 18/29 വരും. ഫസ്റ്റ് സംഖ്യക്ക് വ്യത്യാസമൊന്നുമില്ല, സെക്കൻഡ് സംഖ്യ തിരിച്ചിടുക ഗുണിക്കുക. ഇനി അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, 57 ഗുണിക്കണം 18. ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക, 27 ഗുണിക്കണം 29. ഛേദങ്ങൾ ഗുണിച്ചിട്ട് ഛേദമായിട്ടും അംശങ്ങൾ ഗുണിച്ചിട്ട് അംശമായിട്ടും എഴുതുക. നിങ്ങൾ പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി ചെറുതാക്കാം. 18, 29, 27, 87. അപ്പൊ എന്ത് ചെയ്യാം, 87 നമുക്ക് എങ്ങനെ എഴുതാം, 29 ഗുണിക്കണം 3 എന്ന് എഴുതാം. 18 എങ്ങനെ എഴുതാം, 2 ഗുണിക്കണം 9 എന്ന് എഴുതാം അല്ലെ. ഇതൊക്കെ പൊതുവായിട്ടുള്ള വെട്ടാൻ കേട്ടോ. അതുപോലെ താഴെ 27 നമുക്ക് 9 ഗുണിക്കണം 3 എന്ന് എഴുതാം. 29 അതുപോലെ എഴുതി. ഇനി 29 കട്ട് ചെയ്തു, 3 കട്ട് ചെയ്തു, 9 കട്ട് ചെയ്തു അല്ലെ. ബാക്കി എന്താ വന്നത്, ബാക്കി വന്നത് 2. മുകളില് 29 പോയി 3 പോയി 9 പോയി, ബാക്കിയുള്ളത് 2ആണ്. 2 അവിടെ എഴുതി. താഴെ 9 പോയി 3 പോയി 29 പോയി, ഒന്നുമില്ല. അപ്പൊ ഒന്നുമില്ലാത്തതിന് നമ്മൾ 1 ആണ് എഴുതുക. അപ്പൊ 1 എന്ന് എഴുതി. 2 ഹരിക്കണം 1 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 2 തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഗുണനം എന്ന് പറയുമ്പോൾ ഹരണം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഹരണം എന്ന് പറഞ്ഞാൽ ഗുണനം തന്നെയാണ്. രണ്ടാമത്തെ സംഖ്യ തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് റാഷണൽ നമ്പർ, അതായത് നമ്മുടെ ഭിന്നസംഖ്യകളെ പോയിന്റുകളായിട്ട് എങ്ങനെ, ദശാംശ രൂപത്തിൽ എങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം അല്ലെങ്കിൽ എഴുതാം എന്നാണ് പറയുന്നത്. യു ആർ ഫെമിലിയർ വിത്ത് ദ ഡിവിഷൻ ഓഫ് ഇന്റിജർ ബൈ അനദർ ഇന്റിജർ. അതായത് നമ്മൾ 2 ഇന്റിജറുകൾ തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്, ഹരിക്കാറുണ്ട് അല്ലെ. അതായത് 2 ഹരിക്കണം 3, 4 ഹരിക്കണം 2 എന്നൊക്കെ പറഞ്ഞ് 2 പൂർണ്ണസംഖ്യകൾ തമ്മിൽ ഹരിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടാറുണ്ട്, ഡെസിമൽ കിട്ടാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ 3 ഹരിക്കണം 2 എന്ന് പറയുകയാണെങ്കിൽ ഉത്തരം എന്ത് വരും, 1.5 എന്ന് വരും. അപ്പൊ അത് ദശാംശമാണ് അല്ലെ. 1.5 എന്ന് പറയുമ്പോൾ 1.5. അപ്പൊ അവിടെ ഒരു ദശാംശ സംഖ്യകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ അങ്ങനെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റാഷണൽ നമ്പറിന്റെ ഭിന്നസംഖ്യയെ ഒരു ദശാംശ രൂപത്തിൽ എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ, ലെറ്റ് കൺസിഡർ സം എക്സാമ്പിൾസ്, കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കി നോക്കാം. 12/5 ഇതൊരു ഭിന്നസംഖ്യയാണ് അല്ലെ. ഇതിനെങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതാം. അതുപോലെ -27/25 ഇതിനെങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതാം. 13/16 ഇതിനെങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 12/15. ഓക്കെ, 12/15 എന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് ഡിവിഷൻ നോക്കി നോക്കാം. എങ്ങനെ ലോങ് ഡിവിഷൻ വരുന്നത്, അതായത് 12 ഉള്ളിലിട്ടിട്ട് നമ്മൾ ഹരിക്കണം എന്നുള്ള ചിഹ്നം എഴുതി 5 പുറത്തെഴുതി അല്ലെ. 12 ഹരിക്കണം 5. അപ്പൊ നമ്മൾ നോക്കുകയാണ്, ഒന്നിൽ ഫസ്റ്റ് സംഖ്യ എടുക്കും, അതിൽ പുറത്തുള്ള സംഖ്യ പോകുമോ നോക്കും. 1ൽ 5 പോകുമോ, ഇല്ല. അടുത്ത നോക്കും 12, 12ൽ 5 പോകുമോ, പോകും. എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം. അപ്പൊ 2 പ്രാവശ്യം എന്നുള്ളത് ഇവിടെ എഴുതി. ഇനി 2 ഗുണിക്കണം 5 ചെയ്തു, എത്ര വരിക, 10 എന്ന് വരും അല്ലെ. 10, 2 പ്രാവശ്യം 5 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പൊ അത് ഈ 12ന്റെ ചോട്ടില് എഴുതി എന്ത് ചെയ്യുക, കുറയ്ക്കുക. 12 10 കുറയ്ക്കുക. അപ്പൊ 12 10 പോയി കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടും. 2ൽ 5 പോവില്ല. അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ടു. ഇനി എക്സ്ട്രാ നമ്മൾ 0 കൂട്ടി ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 0 കൂട്ടി കൊടുത്തു. അപ്പോൾ 20 എന്ന് വന്നു. 20ൽ 5 എത്ര പ്രാവശ്യം പോകും, 5ന്റെ ഗുണപട്ടിക ചെല്ലി നോക്കാം. 1 5 5, 5 10, 3 5 15, 4 5 20. അപ്പൊ 20ൽ 4 പ്രാവശ്യം പോകും. അപ്പൊ 4 ഗുണിക്കണം 5 എന്ന് പറയുന്നത് ഇവിടെ ചോട്ടിലെടുത്ത 20 തന്നെയാണ്. ഉത്തരം നമുക്ക് 0 കിട്ടും അല്ലെ. അപ്പൊ ഇതാണ് മുകളിൽ കിടക്കുന്ന ഈ സംഭവം. എല്ലാ ക്രിയകളും ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ വരുന്ന ഈ സംഭവത്തെ, ഇതാണ് നമ്മുടെ എന്ത് ഉത്തരം, ഹരണഫലം എന്ന് പറയുന്നത് കേട്ടോ. ഹരണഫലം, ഉത്തരം, ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ ഹരണഫലം എന്ന് പറയുന്നത്. അപ്പോൾ 12നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 2 അല്ലെങ്കിൽ 2.4 എന്ന് പറയുന്നത്. ഇനി അല്ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. -27 ഹരിക്കണം 25 അല്ലെ. അപ്പൊ നമ്മൾ മൈനസിനെ ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ടത് അവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുക, 27നെ 25 കൊണ്ട് ഹരിക്കുക. അപ്പൊ 27 ഇട്ടു, ഹരിക്കണം എന്നുള്ള ചിഹ്നം ഇട്ടു, 25 പുറത്തിട്ടു. എന്നിട്ട് നോക്കുക, നമ്മൾ 25 2ൽ പോകുമോ, ഇല്ല. ആദ്യത്തെ സംഖ്യ എടുക്കുക, എന്നിട്ട് 25 പോകുമോ നോക്കുക. അപ്പൊ 25 2ൽ പോകുമോ, ഇല്ല, പോവില്ല. അപ്പൊ അടുത്ത സംഖ്യ കൂട്ടി നോക്കുക, 27. 27ൽ 25 പോകുമോ, പോവും അല്ലെ. എത്ര പ്രാവശ്യം പോകും,
1 × 25 25, 2 × 25 എന്ന് പറയുമ്പോൾ 50 അപ്പൊ അതിൽ പോവില്ല. അപ്പൊ എത്ര പ്രാവശ്യം പോകും? ഒറ്റ പ്രാവശ്യം പോകും. അപ്പൊ ആ 1 എന്നുള്ളത് മുകളിൽ എഴുതുക. ഇനി ആ 1 ഗുണിക്കണം 25 എന്നുള്ളത് ഈ 27ന്റെ ചോട്ടിൽ എഴുതുക. ഓക്കെ, എന്നിട്ട് മുകളിലുള്ള സംഖ്യയിൽ നിന്ന് താഴെയുള്ള സംഖ്യ കുറയ്ക്കുക. അപ്പൊ 27 25 പോകുമ്പോൾ 2 എന്ന് കിട്ടും നമുക്ക്, അല്ലെ? എന്നിട്ട് നമ്മൾ നോക്കുക 2ൽ 25 പോകുമോ? ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത 0 ഇട്ട് കൊടുക്കണം. നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ദശാംശം എഴുതുന്നു. ഓക്കെ, അപ്പൊ 20ൽ 25 പോകുമോ? ഇല്ല. അപ്പൊ നമ്മൾ 20ലും പോകുന്നില്ല, 0 ഇട്ടിട്ടും പോകുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ 0 ചേർക്കുന്നു. ഓക്കെ, 20ൽ പോകില്ല, 20ൽ 0 തവണയാണ് പോവുക എന്നുള്ളതിന് ഒരു 0 നമ്മൾ ഇവിടെ ഇടുന്നു. വീണ്ടും നമ്മൾ 0 ചേർത്ത് കൊടുക്കുന്നു. 200ൽ 25 പോകുമോ? 25ന്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കാം. 1 25 25, 2 25 50, 3 25 75, 4 25 100, 5 25 എന്ന് പറയുമ്പോൾ 125, 6 25 150, 7 25 175, 8 25 എന്ന് പറയുമ്പോൾ 200. കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ 25 200ൽ 8 പ്രാവശ്യം പോകും. അപ്പോ മുകളില് 1.08 1.08 എന്ന് എഴുതുന്നു. 200ൽ നിന്ന് 200 പോയാൽ താഴെ 0. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയതാണ് 1.018. പിന്നെ നമ്മൾ ഇവിടെ മാറ്റി വെച്ച നെഗറ്റീവ് ഉണ്ടല്ലോ, ആ നെഗറ്റീവ് ഉത്തരത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഉത്തരം -1.08 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് 13 ഹരിക്കണം 16. ഓക്കെ, 13 ഹരിക്കണം 16, 13 ഹരിക്കണം 16, 13 ഉള്ളിലിട്ടു, ഹരിക്കണം എന്നുള്ള ചിഹ്നം ഇട്ടു, 16 പുറത്തിട്ടു. 13ൽ 16 പോകുമോ? ഇല്ല, അല്ലെ? അപ്പൊ നമ്മൾ 0 ഇട്ട് കൊടുത്തു. 1ൽ പോവില്ല, അപ്പൊ അടുത്ത 3 ഇട്ടു, 13ലും പോവില്ല. അപ്പൊ ഇവിടെ ഉള്ള സംഖ്യകളൊന്നും പോവില്ല എന്നുള്ളതുകൊണ്ട് 0 ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എക്സ്ട്രാ 0 ഇട്ട് കൊടുത്തു. അതിന് പകരം ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. 130ൽ 16 എത്ര പ്രാവശ്യം പോകുന്നത് നോക്കാം. എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം പോകും. അപ്പൊ 8 ഗുണിക്കണം 16 എന്ന് പറയുന്നത് 128 ആണ്. അപ്പൊ 130ൽ നിന്ന് 128 പോയാൽ ബാക്കി 2 വരും. 2ൽ 16 പോവില്ല, അപ്പൊ നമ്മൾ 20 ഇട്ട് കൊടുത്തു. 20ൽ 16 ഒരു പ്രാവശ്യം പോകും. 1 × 16 എന്ന് പറയുന്നത് 16 തന്നെയാണ്. അത് നമ്മൾ ഇവിടെ എഴുതി. ഇതിൽ നിന്ന് ഇത് കുറക്കുക. 20ൽ നിന്ന് 16 പോയാൽ 4 എന്ന് കിട്ടും. 4ൽ 16 പോവില്ല, അപ്പൊ നമ്മൾ വീണ്ടും 0 എഴുതി കൊടുത്തു. അപ്പൊ 40ൽ 16 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും, അല്ലെ? അപ്പൊ 2 × 16 എന്ന് പറയുന്നത് 32ആണ്. വീണ്ടും നമ്മൾ കുറക്കുന്നു. 40ൽ നിന്ന് 32 കുറച്ചാൽ 8 കിട്ടും. 8ൽ 16 പോകില്ല, അപ്പൊ എക്സ്ട്രാ നമ്മൾ 0 ചേർത്ത് കൊടുക്കുന്നു. 0ൽ 16, അതായത് 80ൽ 16 5 പ്രാവശ്യം കൃത്യമായിട്ട് പോകും. അപ്പൊ 5 ഗുണിക്കണം 16 എന്ന് പറയുന്നത് 80. ഇവിടെ ഉത്തരം 0. നമുക്ക് കിട്ടുന്ന ഫലം, അതായത് ഹരണഫലം അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് ശിഷ്ടം 0 ആയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഉത്തരം. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് 0.8125. ഓക്കെ, അതാണ്. പിന്നെ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ 81,125 എന്ന് വായിക്കരുത്. ദശാംശം കഴിഞ്ഞിട്ട് വായിക്കുന്ന ഓരോ സംഖ്യയും നമ്മൾ ഓരോ അക്കങ്ങളായിട്ട് തന്നെ വായിക്കണം. അതായത് 0.8125 എന്ന് വായിക്കരുത്, 0.8125 എന്ന് നമ്മൾ വായിക്കണം കേട്ടോ. അപ്പൊ 13 ഹരിക്കണം 16 എന്ന് പറയുന്നത് 0.8125 ആണ്. ഈ എക്സാമ്പിളിൽ നിന്ന് നമ്മളിപ്പോ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഡിവിഷൻ പ്രോസസ് സ്റ്റോപ്സ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ. അതായത് കുറച്ച് നമ്പറുകൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോ ഉത്തരങ്ങളിൽ പോയിന്റ് ദശാംശം കഴിഞ്ഞിട്ട് കുറച്ച് സംഖ്യകൾ കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെയുള്ള സംഖ്യകൾ, അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശിഷ്ടം 0 കിട്ടുകയും ഇവിടെ കുറച്ച് സംഖ്യകളായിട്ട് ഉത്തരം നിൽക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുന്നത്. അതായത് അവസാനിക്കുന്ന ദശാംശങ്ങൾ. ഓക്കെ, അവസാനിക്കുന്ന ദശാംശങ്ങൾ, അവർ ദശാംശത്തിന് ശേഷം സംഖ്യകൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവസാനിക്കുന്ന ദശാംശങ്ങൾ എന്ന് നമ്മൾ എന്ത് പറയും? ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ അവസാനിക്കാത്തതാണെങ്കിലോ, ഇപ്പൊ 7/3 എന്നുള്ള ഒരു സംഖ്യ നമുക്ക് നോക്കാം. അത് ഹരിച്ചു നോക്കാം. 7 ഹരിക്കണം 3 നമ്മൾ പുറത്തിട്ടു. ഹാര്യം ഹാരകം കേട്ടോ. ഇതിന് നമ്മൾ ഹാര്യം എന്ന് പറയും. അതായത് ഏതിനെയാണോ ഹരിക്കുന്നത് അതിന് ഹാര്യം എന്ന് പറയും. ഏതാണോ ഹരിക്കുന്നത് അതിന് ഹാരകം എന്ന് പറയും. ഇതിന് ഹരണഫലം എന്ന് പറയും. കിട്ടുന്ന ഉത്തരത്തിന് ഇവിടെ താഴെ കിടക്കുന്നതിന് നമ്മൾ ശിഷ്ടം എന്ന് പറയും കേട്ടോ. അപ്പൊ 7നെ നമ്മൾ ഹരിക്കുന്നു 3 കൊണ്ട്. അപ്പൊ 3 7 എത്ര പ്രാവശ്യം പോകും? 3നെ നമുക്ക് 7ൽ നിന്ന് എത്ര തവണ എടുക്കാം? 1 × 3 3, 2 ഗുണിക്കണം 3 എന്ന് പറയുമ്പോൾ 6, 3 ഗുണിക്കണം 3 എന്ന് പറയുമ്പോൾ 9 ആയി. അപ്പൊ 7ൽ കൊടുക്കുന്നില്ല, അപ്പൊ 2 പ്രാവശ്യം പോകും. ആ 2നെ നമ്മൾ മുകളിൽ എഴുതി. എന്നിട്ട് ഈ 2നെ 3 കൊണ്ട് ഗുണിക്കുക. 2 ഗുണിക്കണം 3, 7ന്റെ ചോട്ടിൽ എഴുതി 6 എന്നുള്ളത്. എന്നിട്ട് മുകളിൽ നിന്നുള്ളത് താഴെ തന്നെ കുറക്കുക. അപ്പൊ 1 എന്ന് കിട്ടി. 1ൽ പോവാ 3? ഇല്ല. അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി ഇവിടെയുള്ള സംഖ്യകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ പോയിന്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു 0നെ ചേർത്ത് കൊടുത്തു. 10ൽ 3 പ്രാവശ്യം പോകും. 3 ഗുണിക്കണം 3 എന്ന് പറയുന്നത് 9. എഗെയിൻ ശിഷ്ടം വന്നത് 1 തന്നെ. 1ൽ പോവില്ല. 10 ഇട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു. 10ൽ 3 പ്രാവശ്യം. 3 ഗുണിക്കണം 3 9.
എഗെയിൻ ശിഷ്ടം 1. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലെ. പിന്നെ 9 കിട്ടും, ശിഷ്ടം 1 കിട്ടും, 0 അടി തീർക്കും, പിന്നെ 9 കിട്ടും. അപ്പൊ ഇതിങ്ങനെ പോയിന്റ് 3 3 3 3 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ തുടർന്ന് പോകുന്നതിനെ നമ്മൾ കാണിക്കുന്നതാണ്, മുകളിൽ ഏത് സംഖ്യയാണോ തുടർന്ന് പോകുന്നത് അതിന്റെ മുകളിൽ ഒരു വരയിടുക, ഒരു ബാർ ഇടുക. അങ്ങനെയാണ് നമ്മൾ തുടർന്ന് പോകുന്നതിനെ സൂചിപ്പിക്കുക. ഓക്കെ. അപ്പൊ ഒന്നുകിൽ സംഖ്യ ഇവിടെ അവസാനിക്കാം, ശിഷ്ടം 0 കിട്ടിയിട്ട് മുകളിൽ കൃത്യമായിട്ടൊരു സംഖ്യ കിട്ടും ദശാംശത്തിന് ശേഷം. അതല്ലെങ്കിൽ ഇങ്ങനെ തുല്യമായിട്ടൊരു സംഖ്യ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തുടർന്നു കൊണ്ടേ വരും. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിനെ ബാർ ഇട്ടിട്ടാണ് അടയാളപ്പെടുത്തുക. അപ്പൊ 7 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 2.333 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3 റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 3ന്റെ മുകളിൽ ബാർ ഇടുന്നു. ഓക്കെ. എ ബാർ ഓവർ എ ഡിജിറ്റ്, അതായത് ഒരു സംഖ്യയുടെ മുകളിൽ ബാർ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റ്, ചിലപ്പോൾ 2 സംഖ്യകൾ തുടർന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള സംഖ്യയുടെ മുകളിലോ 2 3 സംഖ്യകൾ തുടർന്ന് വരാം. ഓക്കെ. അങ്ങനെയുള്ളതിന്റെ മുകളിൽ നമ്മൾ ബാർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഏതുവരെ? അവസാനിക്കാതെ റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയാം നോൺ ടെർമിനേറ്റിംഗ് ആണ്, അവസാനിക്കണില്ല. റിപ്പീറ്റിംഗ് ഡെസിമൽസ്, അവസാനിക്കാത്ത തുടരുന്ന ദശാംശങ്ങൾ. ഓക്കെ. റിപ്പീറ്റിംഗ് ആണ് തുടർന്ന് വരുന്നത്, അതന്നെ തുടർന്ന് വരിക, ആ സംഖ്യ തന്നെ തുടർന്ന് വരിക. അങ്ങനെയുള്ള ദശാംശങ്ങളാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ 2 തരം ദശാംശങ്ങളാണ് നമ്മുടെ ഭിന്നസംഖ്യനെ പോയിന്റ് ആക്കി എഴുതുമ്പോൾ, അല്ലെങ്കിൽ ദശാംശമാക്കി എഴുതുമ്പോൾ, ദശാംശ സംഖ്യകളാക്കി എഴുതുമ്പോൾ 2 തരത്തിലാണ് വരിക. ഒന്നുകിൽ സംഖ്യ പോയിന്റ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടൊരു സംഖ്യ കഴിഞ്ഞ് നിൽക്കുന്നു, ശിഷ്ടം 0 വരുന്നു. അതല്ലെങ്കിൽ ഒരേ സംഖ്യ തന്നെ, അല്ലെങ്കിൽ ഒരു കൂട്ടം സംഖ്യകൾ, 2 3 സംഖ്യകൾ തുടർന്ന് വരുന്നു. അതിനെ പറയുന്ന പേരാണ് അവസാനിക്കാത്ത തുടർന്ന് വരുന്ന ദശാംശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ 2 രൂപത്തിൽ എന്തുണ്ട്. ഇപ്പൊ നമുക്ക് ദസ് വി സി ഫ്രം എക്സാമ്പിൾ, ഈ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് എ റാഷണൽ നമ്പർ, അതായത് ഒരു ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിൽ അതിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? 2 രൂപത്തിലാണ്. ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ, അതായത് റിമൈൻഡർ ശിഷ്ടം 0 വരും, താഴെ കിടക്കുന്ന ആള് 0 വരും. അതുപോലെ ഹരണഫലം എന്ന് പറയുന്നത് ദശാംശം കഴിഞ്ഞിട്ട് ഒരു 4 5 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിൽക്കും അല്ലെ. കൃത്യമായിട്ട് നമുക്ക് സംഖ്യകൾ പറയാൻ പറ്റുന്നതാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇതാണ് എന്താണ്? ടെർമിനേറ്റിംഗ് അല്ല, നോൺ ടെർമിനേറ്റിംഗ് ആണ്. അത് നിൽക്കുന്നില്ല, അവസാനിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു, ഒരേ സംഖ്യ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. ഒരേ സംഖ്യ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽ, ദശാംശം. ഓക്കെ. അപ്പോൾ 2 തരത്തിൽ വരാം. വേർ ദ ഡിവിഷൻ വിൽ നെവർ എൻഡ്, അതായത് അവിടെ ഹരണം ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേ പോവാണ് അല്ലെ. ഇവിടെ ഒന്നാമത്തിൽ ഹരണം അവസാനിക്കുന്നു, ദശാംശത്തിന് ശേഷം കൃത്യമായിട്ട് സംഖ്യകൾ കിട്ടുന്നു, അതിനെ നമ്മൾ അവസാനിക്കുന്ന ദശാംശങ്ങൾ എന്ന് പറയുന്നു. രണ്ടാമത്തത് കൃത്യമായിട്ടുള്ള ഹരണം തുടർന്നുകൊണ്ടേ പോകുന്നു, അവസാനമില്ല. പക്ഷെ ദശാംശത്തിന് ശേഷം ഒരേ സംഖ്യ അല്ലെങ്കിൽ ഒരു കൂട്ടം സംഖ്യകൾ തുടർന്ന് വരുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ നോൺ ടെർമിനേറ്റിംഗ്, അവസാനിക്കാത്ത റിപ്പീറ്റിംഗ് ഡെസിമൽ, തുടരുന്ന ദശാംശം എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ 2 തരത്തിലാണ് നമ്മൾ ഭിന്നസംഖ്യകളെ പോയിന്റ് ആക്കിയിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ബാർ ഇട്ട് കാണിക്കുക. ഇനി അതെല്ലാം തുടരാത്തതാണെങ്കിൽ ആ സംഖ്യ നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു, എന്ത്? റാഷണൽ നമ്പറിനെ 2 തരത്തിൽ എഴുതാം. ഒന്ന് ടെർമിനേറ്റിംഗ് ഡെസിമൽ, അവസാനിക്കുന്ന ദശാംശമായിട്ടും, ഒന്ന് അവസാനിക്കാത്ത തുടർന്ന് പോകുന്ന ദശാംശമായിട്ടും നമുക്ക് 2 രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.